especially in a time like this, I need to talk about it. ഇപ്രകാരമുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെപ്പറ്റി നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There is a war on family today. ആമേൻ. ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ അകത്ത് ഒരു യുദ്ധമുണ്ട്. In media and entertainment, family has always been mocked. ആമേൻ. മീഡിയയിലും എന്റർടൈൻമെന്റിലും എല്ലാ ഇടത്തും കുടുംബങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. Devoted parents are often ridiculed. ആമേൻ. ഈ കുടുംബ ജീവിതത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കുന്ന കുടുംബ ജീവിത വ്യക്തികളെ കുറിച്ചും പോലും ഒരുപാട് റിമാർക്സ് വരാറുണ്ട്. Fathers are often depicted as buffoons or even cruel or what should I say, I don't know. ആമേൻ. പലപ്പോഴും പിതാക്കന്മാരെ അവർ പിക്ചറൈസ് ചെയ്യുന്നത് ഒരു ക്രൂരമായിട്ടുള്ള ഒരു വ്യക്തിയെ പോലാണ്. You know, most of the kids and young generation feels like dads doesn't know anything. ആമേൻ. ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർ വിചാരിക്കുന്നത് പിതാക്കൾക്ക് ഒന്നും അറിയത്തില്ല. They feel like, you know, dads are buffoons. അവർ വിചാരിക്കുന്നത് പിതാക്കൾ വെറും ഒരു ബഫൂൺസ് ആണ്. They know everything. അവർക്കെല്ലാം അറിയാം. But they don't know that when they will reach to this place, you will also have a generation thinking the same thing. പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കണം, അവരും ഈ ഒരു പ്രായത്തിൽ എത്തുമ്പോൾ അവർക്കും ഒരു അടുത്ത തലമുറയുണ്ടായിരിക്കും. But we don't accuse you because we also did the same thing. ഞങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം നിങ്ങളുടെ പ്രായത്തിൽ ഞങ്ങളും ഇത് തന്നെയാണ് ചെയ്തിരുന്നത്. So this is the matter of time. ആമേൻ. ഇതൊരു സമയകാലത്തിനുള്ളിൽ അത് തിരിച്ചറിവുണ്ടാകുന്ന ഒരു കാര്യമാണ്. By the time you realize this, you will have a son who will already misunderstand you. ആമേൻ. ഇത് നിങ്ങൾ തിരിച്ചറിയുന്ന സമയം വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ മറ്റൊരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ ഉണ്ടായിരിക്കും നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരു തലമുറ. But today my responsibility is to bring a dad before you. ആമേൻ. ഇന്ന് പകൽക്കാലം എൻ്റെ ദൗത്യം നിങ്ങളുടെ മുമ്പിൽ ഒരു പിതാവിനെ കാണിക്കുവാനാണ്. I have titled it very differently. ആമേൻ. ഇതൊരു വ്യത്യസ്തകരമായ രീതിയിലാണ് ഞാൻ ഇത് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. Dads, the straight shooters. ആമേൻ. നേരെ എയ്യുന്ന ഒരു പിതാവ്. You cannot see over here, but you can see there. ആമേൻ. Dad who are the straight shooters. നേരെ എയ്യുന്ന ഒരു പിതാവ്. I'm going to talk about straight shooters. ആമേൻ. നേർക്കു നേരെ എയ്യുന്നവരെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So dads are often straight shooters. ആമേൻ. പിതാക്കൾ പലപ്പോഴും നേരെ പറയുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നേരെ എയ്യുന്നവരാണ്. And I am bringing it from Bible. ആമേൻ. ഇത് വചനത്തിൽ കൂടെയാണ് ഞാൻ ഇത് കൊണ്ടുവരുന്നത്. Let's turn our കൊണ്ടുവരുന്നത്. Bible towards Psalms 127. We read 128, right? Amen. Today morning. So we are going to 127. One psalm up over there and verse 3 and 5. 3 to 5. ഇന്ന് പകൽക്കാലം 127 സങ്കീർത്തനം അതിന്റെ 3ഉം 4ഉം വാക്യം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Behold, children are a heritage from the Lord. The fruit of womb is a reward. Like arrows in the hands of a warrior, so are the children of one's youth. Happy is the man who has his quiver full of them. They shall not be ashamed, but shall speak with their enemies in the gate. Verse 4 says, like arrow in the hand of warrior. ഒരു വില്ലാളിയുടെ കയ്യിലുള്ള ഒരു അമ്പ് എന്ന പോലെ എന്ന് 4ആം വാക്യത്തിൽ നാം കാണുന്നു. I literally wanted to bring a bow and arrow today. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഒരു അമ്പും വില്ലും കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിച്ചു. I tried my level best to get that. ആമേൻ. അത് ഒന്ന് കിട്ടുവാൻ ലഭിക്കുവാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. Unfortunately, I didn't get it. പക്ഷെ എനിക്ക് ഒരെണ്ണം കിട്ടുവാൻ സാധിച്ചില്ല. That's why I just picturized it. അതുകൊണ്ടാണ് ഞാൻ ഒരു രൂപരേഖയിൽ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. So for kids, this is what Bible says. ആമേൻ. മക്കളോട് ഇപ്രകാരമാണ് വചനം പറയുന്നത്. Kids are like the arrow. ആമേൻ. മക്കൾ കയ്യിലുള്ള അമ്പ് പോലെയാണ്. And dads are the archer who holds the bow and arrow. ആമേൻ. പിതാക്കന്മാര് ഈ അമ്പും വില്ലും പിടിക്കുന്ന വില്ലാളികളാണ്. Dads are not the bow. ആമേൻ. പിതാക്കൾ ഈ ഒരു അമ്പല്ല. Dads are not the arrow. ഈ പിതാക്കൾ ഈ ഒരു വില്ലുമല്ല. Arrows are the kids. ആമേൻ. ഈ ഒരു വില്ല് എന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത്. Dads are the archer who carry the bow and the arrow. ആമേൻ. പക്ഷേ പിതാക്കളെ കാണിക്കുന്നത് ഈ അമ്പും വില്ലും ഒരുമിച്ച് പിടിക്കുന്ന ഒരു വില്ലാളിയായിട്ടാണ്. So that's why I said
I am going to bring a derivation of father from the word of God. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു പിതാവിനെ കുറിച്ച് വചനത്തിൽ നിന്ന് നിങ്ങളോട് കാണിക്കുവാൻ ഞാൻ I'll be ആഗ്രഹിക്കുന്നു. talking three important things today. മൂന്ന് പ്രധാനമേറിയ കാര്യങ്ങൾ ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. Number one, ഒന്നാമതായി the archer must be strong. വില്ലാളി ശക്തനായിരിക്കണം. So fathers, you are the archer. ആമേൻ. പിതാക്കളാണ് ഈ ഒരു വില്ലാളി. You carry bow. ആമേൻ. നിങ്ങൾ ഈ അമ്പ് പിടിക്കുന്നുണ്ട്. You also carry arrow. ഈ വില്ലും നിങ്ങളുടെ കയ്യിലുണ്ട്. It's a different story that in our quiver we have only one or two arrows. ആമേൻ. നമ്മുടെ കയ്യിലാണെങ്കിൽ രണ്ടോ മൂന്നോ വില്ല് മാത്രമേ കാണത്തുള്ളൂ. But thanks be unto the Lord for those who have 5 and 6 too. ആമേൻ. 5ഉം 6ഉം ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So we all have limited arrows. ആമേൻ. നമുക്കെല്ലാം പരിമിതമായിട്ടുള്ള വില്ല് മാത്രമേ ഉള്ളൂ. Our days were different, but I will definitely encourage the young people to have lot of arrows. ആമേൻ. ഞങ്ങളുടെ സമയം വളരെ പരിമിതമായിരുന്നു. പക്ഷേ അടുത്ത തലമുറയിൽ ഒരുപാട് വില്ലുണ്ടാകട്ടെ എന്ന് വിചാരിക്കുന്നു. Praise God. So that is a Christian blessing. അതൊരു ദൈവികമായ അനുഗ്രഹമാണ്. Right. So I am going to talk about that. ആമേൻ. അതിനെ പറ്റിയാണ് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. Archer must be strong. ഈ വില്ലാളി ശക്തനായിരിക്കണം. See, no matter how fine the arrow is, ഈ വില്ല് എത്ര നല്ല മനോഹരമായ no വില്ലാണെങ്കിലും, matter how strong the bow is, എത്ര ശക്തിയുള്ള അമ്പാണെങ്കിലും, it takes lot of skill and patience to send this arrow out. പക്ഷേ ഈ ഒരു വില്ല് നന്നായി എയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിയും പരിശ്രമവും ഇതിന്റെ പിന്നിൽ ആവശ്യമുണ്ട്. I want to tell you something. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. There may be so many reasons why the arrow may miss the target. ആമേൻ. പല കാരണങ്ങൾ കാണാം ഈ എയ്യുന്ന ഈ ഒരു വില്ല് അതിന്റെ സ്ഥാനത്ത് എത്താതിരിക്കുവാനുള്ളത്. No matter what, some arrows are bad. ആമേൻ. ചില എന്തു തന്നെ ആയിക്കോട്ടെ, ചില വില്ലുകൾ അത് മോശമായ വില്ലുകളായിരിക്കും. No matter what, some of the targets are moving. ആമേൻ. ചില സമയത്ത് ഈ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. So it's not the problem of the archer. ആമേൻ. ഇത് വില്ലാളിയുടെ പ്രശ്നമല്ല. Arrows may be wrong. ആമേൻ. ചിലപ്പോൾ ഈ വില്ലിന്റെ കുഴപ്പമായിരിക്കും. Maybe moving targets. ചിലപ്പോൾ ലക്ഷ്യങ്ങൾ There are മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. times that everything was good. ആമേൻ. ചില സമയത്ത് എല്ലാ സാഹചര്യവും നല്ലതായിരിക്കും. And you just stretched out and sent the arrow. ആമേൻ. നിങ്ങൾ ആ അമ്പ് വലിച്ച് എയ്തിരുന്നു. And then the wind comes. അപ്പോഴാണ് കാറ്റടിച്ചത്. Arrow doesn't go and stuck in the same place. ആമേൻ. ഈ എയ്ത സ്ഥലത്തേക്കല്ല ഈ വില്ല് എന്ന് പതിക്കുന്നത്. So all these things are there. ആമേൻ. ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. And just because of this, ഈ ഒരു കാരണത്താൽ the archer has to be very careful. ഈ വില്ലാളി വളരെ സൂക്ഷ്മതയുള്ളവനായിരിക്കണം. He has to take care of the arrows. ആമേൻ. ഈ വില്ല് സൂക്ഷിക്കണം. He has to think about the wind. ഈ അടിക്കുന്ന കാറ്റ് ശ്രദ്ധിക്കണം. He also have to think about the moving targets. ഈ അനങ്ങിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലക്ഷ്യം ശ്രദ്ധിക്കണം. And so he has to be very skilled. അതുകൊണ്ട് ഒരുപാട് സ്കില്ലുള്ള ഒരു വ്യക്തിയായിരിക്കണം. I will come to that point. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാം. But the second important point, രണ്ടാമത്തെ മഹത്വമേറിയ കാര്യം ഇതാണ്. even when archer is strong, ഈ വില്ലാളി ശക്തനാണെങ്കിലും the arrow has to be straight. ഈ എയ്യുന്ന അമ്പ് നേരെ ഇരിക്കണം. Wait. Let me correct it. ആമേൻ. ഞാൻ അത് തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. The arrow has to be straightened. ആമേൻ. ഈ എയ്യുന്ന ഈ ഓരോ വില്ലും അത് നേർക്ക് നേരെ വെച്ചിരിക്കണം. How many of you know that arrows are never born as straight? ആമേൻ. എത്ര പേർക്ക് അറിയാം ഈ വില്ലുകൾ ഒരിക്കലും ഈ നേരെയല്ല അത് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ. You have to make arrows straight. ആമേൻ. നാം അതിനെ നേർക്ക് നേരെ ആക്കുകയാണ്. That's the most important thing, that children are not born straight arrows. ആമേൻ. അതാണ് നാം അറിയേണ്ട ഒരു കാര്യം. ഒരിക്കലും കുഞ്ഞുങ്ങൾ അവർ നേരായിട്ടുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു വില്ലായിട്ടല്ല അവർ ജനിക്കുന്നത്. So an archer cannot shoot with an abnormal arrow. ആമേൻ. ഒരു പ്രാകൃതമായ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഇല്ലാത്ത ഒരു വില്ലുമായിട്ട് ഒരിക്കലും ഒരു വില്ലാളിക്ക് എയ്യുവാൻ സാധിക്കത്തില്ല. An archer cannot shoot with a crooked arrow. ആമേൻ. വളഞ്ഞിരിക്കുന്ന ഒരു വില്ലുമായിട്ട് ഒരിക്കലും ഒരു വില്ലാളിക്ക് എയ്യുവാൻ സാധിക്കത്തില്ല. We have to make sure, archer has to make sure that we build that arrow, shape the arrow and make it straight. ആമേൻ. ഒരു വില്ലാളി എപ്പോഴും ശ്രദ്ധിക്കണം തന്റെ കവണിയിലുള്ള എല്ലാ വില്ലുകളും അത് നേർക്ക് നേരെ ഇരിക്കുകയാണോ എന്ന്. Ephesians chapter 6 and verse 4 says, എഫേസ്യർ ലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം പ്രകാരം പറയുന്നു, and
And you fathers, do not provoke your children to wrath, but bring them up in training and admonition in the Lord. You have to discipline them. ആമേൻ. അവരെ ഗുണദോഷിക്കണം. Fathers, പിതാക്കളെ, all father figures, എല്ലാ പിതാക്കന്മാരെ, Bible says വചനം ഇപ്രകാരം there is an പറയുന്നു, anointing upon you. നിങ്ങളുടെ മേൽ ഒരു അഭിഷേകമുണ്ട്. What is that anointing? എന്താണ് ആ അഭിഷേകം? You can train your child. ആമേൻ. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാനുള്ള അധികാരവും അഭിഷേകമുണ്ട്. Yes, there is an anointing upon you. നിങ്ങളുടെ മീതെ ഒരു അനോയിന്റിംഗ് ഉണ്ട്. And Lord says, teach them, train them, discipline them. അതുകൊണ്ടാണ് ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആ അഭിഷേകം ഉപയോഗിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ട്രെയിൻ ചെയ്യണം, അവരെ ഗുണദോഷിക്കണം, അഭ്യസിപ്പിക്കണമെന്ന്. Always remember, this is your responsibility. എപ്പോഴും ഓർക്കുക, ഇത് നിങ്ങളുടെ ഒരു കർത്തവ്യമാണ്. All the busy fathers, എല്ലാ തിരക്കുള്ള പിതാക്കന്മാരും, I am also a busy father, ഞാനും ഒരു തിരക്കുള്ള പിതാവാണ്. but we need to take time to train and to discipline our kids. നാം സമയമെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുവാനും ഡിസിപ്ലിൻ ചെയ്യുവാനും അവരെ ഉപദേശിക്കുവാനും നാം സമയമെടുക്കണം. Let me tell you something. ആമേൻ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Fathers cannot give this contract to any other professional. ഈ ഒരു ദൗത്യം മറ്റൊരു പ്രൊഫഷണലോ പുറത്തൊരു ആൾക്കും കൊടുക്കുവാൻ സാധിക്കത്തില്ല. What I have seen in these many years of ministry, ഇത്ര വർഷത്തിന്റെ എന്റെ ശുശ്രൂഷയിൽ കാണുന്ന ഒരു കാര്യം, many fathers, they will put a petty contract. ആമേൻ, അനേക പിതാക്കന്മാര് ഇപ്രകാരം ഒരു ചെറിയ കോൺട്രാക്ട് ഉണ്ടാക്കും. I cannot talk to my son. എനിക്ക് എന്റെ കുഞ്ഞിനോട് സംസാരിക്കുവാൻ കഴിയത്തില്ല. Then the only thing is that, youth pastor, can you talk to my son? അപ്പോൾ അവർ യൂത്ത് പാസ്റ്ററിന്റെ അടുത്ത് എന്ന് പറയും, യൂത്ത് പാസ്റ്റർ നിങ്ങൾക്ക് എന്റെ മകനോട് സംസാരിക്കാമോ? And when youth pastor also cannot do that, യൂത്ത് പാസ്റ്ററിനും അത് കഴിയാതെ വരുമ്പോൾ, then senior pastor, can you do that? അപ്പോൾ സീനിയർ പാസ്റ്ററിന്റെ അടുത്തേക്ക് വരും, സീനിയർ പാസ്റ്റർ നിങ്ങൾക്ക് അത് ചെയ്യാമോ? Then otherwise going to a counselor or a psychiatrist. എന്നിട്ടൊരു കൗൺസിലർ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പോകും. It will not happen if fathers take their role seriously. ആമേൻ. പിതാക്കൾ അവരുടെ ദൗത്യം സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ ഒരിക്കലും ശരിയാകുകയില്ല. Your kids are designed in a way, they have a DNA in a way that they can be trained by you. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ അവരെ ദൈവം സൃഷ്ടിച്ച ഒരു രീതി എന്ന് വെച്ചാൽ പിതാക്കൾ അവരെ ഉപദേശിക്കുന്ന രീതിയാണ്. Last time, 2-3 days back, 3-4 ദിവസത്തിന് മുമ്പേ we were in our family prayer meeting, ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലായിരുന്നു. and then my son comes up and tells me something, എന്നിട്ട് എന്റെ മകൻ വന്ന് എന്നോട് ഒരു ചോദ്യം ചോദിച്ചു. and this is what he said. എന്നിട്ട് ഇപ്രകാരമാണ് എന്നോട് ചോദിച്ചത്. A 10 policemen or a 10 people, strong people from outside, even when they come and hold me, I am not that scared. When daddy just looks unto me, and that scared is not a scare like I'm scared, but it is out of reverence and love. ആമേൻ. 10 പേര് എന്നെ പുറത്തുനിന്ന് വന്ന് എന്നെ മുറുക്കെ പിടിച്ചാലും ഞാൻ ഭയപ്പെടുകയില്ല. പക്ഷെ എൻ്റെ പിതാവിൻ്റെ ഒരു നോട്ടം മതി എന്നെ ഭയപ്പെടുത്തുവാൻ. പക്ഷെ ആ ഒരു ഭയം, അത് വളരെ ഭയത്തിൽ നിന്നല്ല, പക്ഷെ അതെൻ്റെ പിതാവിനോടുള്ള സ്നേഹവും ബഹുമാനത്തിൽ നിന്നുമുള്ള ഭയമാണ്. Actually I felt very much valid and authenticated when I heard that statement from my son. അത് കേട്ടപ്പോൾ എനിക്ക് ഒരു വാല്യൂ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. Let me tell you, we all have our own weakness and strength. നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ട കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. But let me tell you, fathers, പക്ഷേ പിതാക്കളോട് ഞാൻ ഇപ്രകാരം we പറയട്ടെ, have to take responsibility. നാം നമ്മുടെ ദൗത്യം ഏറ്റെടുത്തേ തീരൂ. Not necessarily we have to be there every time and knocking them, talking to them every time. സകല നിമിഷവും എല്ലാ നിമിഷവും അവരോട് എപ്പോഴും സംസാരിക്കണമെന്നല്ല. That part mothers can do. അത് മാതാവിന് ചെയ്യാനുള്ളതാണ്. But there are times of discipline and teaching which a dad should do. ആമേൻ. പക്ഷെ ചില സമയങ്ങളിൽ അവരെ ഗുണദോഷിക്കുവാനും അവരെ നേരായുള്ള പാതയെ നടത്തുന്ന ആ ഒരു കർത്തവ്യം അത് പിതാക്കൾക്കുള്ളതാണ്. Most of the kids won't say to dad, you are nagging me. Most of the kids say to mom that you are nagging me every time. ആമേൻ. അനേക കുഞ്ഞുങ്ങൾ അവരുടെ പിതാവ് അവരെ ശല്യപ്പെടുത്തുന്നു എന്ന് പറയത്തില്ല, അവരുടെ മാതാവ് അവരെ ശല്യപ്പെടുത്തുന്നു പറയുന്നു. But you know what? They still love you. പക്ഷേ അവർ ഇപ്പോഴും നമ്മളെ But സ്നേഹിക്കുന്നു. let me tell you, God has created them in a way പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവം അവരെ ഒരു രീതിയിലാണ് അവരെ സൃഷ്ടിച്ചത്. that if fathers strive to be fathers and take responsibility of fatherhood, definitely your kids are going to listen to you. പിതാവ് അവരുടെ മേൽ ഉള്ള ആ ഒരു ദൗത്യം അവർ യഥാർത്ഥമായി നിർവഹിക്കാൻ തുടങ്ങിയാൽ യഥാർത്ഥമായ നല്ല ശിശുക്കൾ, നല്ല കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായിരിക്കും. A professional
person can teach them to swim. ആമേൻ. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് അവരെ നീന്താൻ പഠിപ്പിക്കാം. A professional person can teach them maths. ആമേൻ. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾക്ക് അവരെ കണക്ക് പഠിപ്പിക്കാം. A professional sports teacher can teach them sports. ആമേൻ. സ്പോർട്സ് അറിയാവുന്ന ഒരാൾക്ക് അവരെ സ്പോർട്സ് പഠിപ്പിക്കാം. But no one will teach life. ആമേൻ. പക്ഷേ ആരും അവരെ ജീവിതം പഠിപ്പിക്കുകയില്ല. Life will be taught by father and by mother. ആമേൻ. ജീവിതം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ്. So every busy dad, I have an admonition to you. ആമേൻ. ഇന്ന് പകൽക്കാലം തിരക്കേറിയ പിതാക്കളോട് ഒരു കാര്യം നിങ്ങളോട് ഞാൻ വ്യക്തമായി പറയട്ടെ. Within no time, the time will fly. ആമേൻ. സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല, അത് വേഗത്തിൽ കടന്നു പോകുന്നതാണ്. Many times I felt in my own spirit that how good it would be if I get 10 years back to my life. ആമേൻ. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു 10 വർഷം പിന്നോട്ടൊന്ന് പോകുവാൻ എനിക്ക് സാധിച്ചിരുന്നുവെങ്കിൽ. I think now with what I know now, I could have played a better role as a father. ആമേൻ. ഇന്ന് എനിക്കറിയാവുന്ന ഈ അറിവനുസരിച്ച് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തുടങ്ങിയിരുന്നെങ്കിൽ ഒരു ഇതിലും മെച്ചമായ ഒരു പിതാവ് എനിക്ക് ആയിത്തീരാമായിരുന്നു. All the young dads, I want to tell you. എല്ലാ യൗവനക്കാരായ പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ. Would be dads, I want to tell you. ഇനിയും വരുവാനുള്ള പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ. Take time. ആമേൻ. സമയമെടുക്കുക. Learn about this. ആമേൻ. ഇതിനെപ്പറ്റി നന്നായി There is പഠിക്കുക. something word of God says. ആമേൻ. വചനം നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. The arrow is in your hand. ആമേൻ. ഈ വില്ലുകൾ നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചതാണ്. God has given you some sticks. ആമേൻ. ചില വടികൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. Shapeless sticks. ആമേൻ. അതിനൊരു രൂപവുമില്ലാത്ത ചില But you വടികൾ. have to shape that stick. പക്ഷേ ആ ഒരു ഷേപ്പ് ഇല്ലാത്ത രൂപമില്ലാത്ത വടികളെ Sharpen that stick. നമ്മളെങ്കിൽ രൂപം വരുത്തി മൂർച്ചയുണ്ടാക്കി Shape it well. അതിന് നല്ല രൂപമുണ്ടാക്കി And make it enough weight that arrow can pierce all the vacuum and the storms and the wind and can hit the target. ആമേൻ. നാം അതിനെ വ്യക്തമായ രൂപം നിർണയം ചെയ്ത് സകല പ്രതികൂലത്തിനെയും പാഞ്ഞു ചെന്ന് അതിന്റെ എത്തേണ്ട സ്ഥലത്ത് എത്തുന്ന രീതിയിൽ അതിനെ നാം മാറ്റിയെടുക്കും. One day, ഒരു ദിവസം this arrow will be out of your control. ആമേൻ. ഒരു ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് ഈ വില്ലുകളെല്ലാം പോകും. As long as this arrow is in your hand, ആമേൻ. ഇത് നമ്മുടെ കരങ്ങളിൽ ഉള്ളിടത്തോളം കാലം you are responsible. നാം ആണ് ഇതിനെല്ലാം റെസ്പോൺസിബിൾ. A day will come. ഒരു ദിവസം വരും. You will stretch. നാം ഇതിനെ വലിച്ച് You will stretch. നാം നന്നായി ഇതിനെ They വലിച്ചിട്ട് won't feel good about it. ആമേൻ. അത് അവർക്ക് They ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. won't feel good about it. ആമേൻ. അവർക്കത് You ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. sharpen, they won't feel good about it. ആമേൻ. നാം അതിനെ മൂർച്ചയുണ്ടാക്കുന്നത് അവർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. You shape, they won't feel good about it. അതിന് രൂപഭംഗി വരുത്തും, പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെടുകയില്ല. But one day, പക്ഷേ ഒരു ദിവസം time will come. ഒരു സമയം വരും. You will leave that after stretching. നാം അതിനെ വലിച്ചിട്ട് വിടുന്ന ഒരു സമയം വരും. And once it goes out of your hand, നമ്മുടെ കയ്യിൽ നിന്ന് അത് വിട്ടതിന് ശേഷം then that arrow is not in your control. പിന്നെ നമ്മൾ ആ വില്ലിന്റെ കൺട്രോൾ നമ്മുടെ കരങ്ങളിലല്ല. After leaving, അത് വിട്ടതിന് ശേഷം you would wish I would have held it little more. ആമേൻ. നാം ഒന്ന് ആഗ്രഹിക്കും കുറച്ചു നേരം കൂടി ഞാൻ ഒന്ന് പിടിച്ചിരുന്നുവെങ്കിൽ. But that time you will be too late. പക്ഷേ അപ്പോഴേക്കും സമയം കടന്നു പോയിരിക്കുന്നു. Before the arrow goes out of your quiver and from your bow. ആമേൻ. നമ്മുടെ കവണിയിൽ നിന്നും നമ്മുടെ ആ ഒരു അമ്പിൽ നിന്നും നമ്മുടെ വില്ലുകൾ പോകുന്നതിന് മുമ്പേ Shape it. അതിനെ നന്നായി രൂപം വരുത്തുക. With this comes the important thing. ആമേൻ. ഇതിൽ നിന്നാണ് അടുത്ത പ്രാധാന്യമുള്ള കാര്യം വരുന്നത്. How to shape? എപ്രകാരമാണ് നാം അതിന് രൂപം വരുത്തേണ്ടത്? How to shape? എപ്രകാരമാണ് ഇതിന് രൂപം വരുത്തേണ്ടത്? So all fathers, listen me very carefully. എല്ലാ പിതാക്കളും എന്നെ ശ്രദ്ധയോടെ കേൾക്കണമേ. Mothers who are playing the role of father, you might have double profession now. ആമേൻ. ചില മാതാപിതാക്കൾ അവരുടെ പിതാവിന്റെ അസാന്നിധ്യത്തിലാണെങ്കിൽ അവരും ഇത് ശ്രദ്ധയോടെ കേൾക്കണം. How to shape and sharpen the arrows. എപ്രകാരമാണ് നാം ഒരു വില്ലിനെ അതിനെ രൂപം വരുത്തുന്നതും അതിനെ മൂർച്ചയേറിയതും? Number one, ഒന്നാമതായി begin it early. ആമേൻ. അത് നേരത്തെ നാം തുടങ്ങണം. Proverbs 22:6 says, ആമേൻ. പ്രോവെർബ്സ് 22:6 ഇപ്രകാരം പറയുന്നു. train a child in a way that he will not forget the ways even if he is old. ബാലൻ നടക്കേണ്ട വഴിയെ അവനെ അഭ്യസിപ്പിക്കുക, എന്നാലും വൃദ്ധനായാലും അത് മറക്കുകയില്ല. So when should I start my work? ഞാൻ എപ്പോഴാണ് ഇത് തുടങ്ങേണ്ടത്? Not when they are teenagers. ആമേൻ. അവരാണെങ്കിൽ കൗമാരം എത്തുമ്പോഴല്ല. Not when they are youths. അവരാണെങ്കിൽ യൗവനത്തിൽ എത്തുമ്പോഴല്ല. It's a done deal by then. ആമേൻ. ആ സമയമാകുമ്പോഴത്തേക്ക് അതെല്ലാം സമയമെല്ലാം You തീർന്നു should കഴിഞ്ഞു. start it early. നാം നേരത്തെ തുടങ്ങണം. Even from the beginning. ആമേൻ. നാം അവന്റെ തുടക്കത്തിൽ തന്നെ So നാം those തുടങ്ങണം. dads who have small babies, ആമേൻ. ശിശുക്കളുള്ള പിതാക്കളെ I want to tell you, if I wish I would have listened this
when I had my babies in my hand. ആമേൻ. എൻ്റെ കരങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കരങ്ങളിലായിരുന്ന സമയത്ത് ഇത് കേട്ടിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. But if you are listening, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇത് and if you are കേൾക്കുന്നുവെങ്കിൽ, holding your baby, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ I കരങ്ങളിലായിരിക്കുന്നുവെങ്കിൽ, want to tell you this is the right minute. ആമേൻ, ഇതാകുന്നു അതിന്റെ നല്ല സമയം. Start it early. നേരത്തെ തുടങ്ങുക. And when you do it, even when the child is so small, ആമേൻ, ശിശുവായിരിക്കുന്ന സമയത്ത് നിങ്ങൾ you തുടങ്ങുമ്പോൾ, might think that this child doesn't know anything. ആമേൻ, ഈ ഒരു ശിശുവിനെ ഒന്നും തന്നെ അറിയത്തില്ല എന്ന് But I want to വിചാരിക്കും. tell you something. പക്ഷേ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. You started sowing seeds. ആമേൻ, ഇപ്പോൾ നിങ്ങൾ വിത്ത് വിതയ്ക്കാൻ തുടങ്ങിയതാണ്. That seed will show its feature very soon. ആമേൻ, ആ വിതച്ച വിത്തിന്റെ ഗുണങ്ങൾ അതിവേഗത്തിൽ കാണിച്ചിരിക്കും. Second, how to shape. രണ്ടാമത്, എപ്രകാരം എനിക്ക് രൂപം വരുത്താം. Be very creative about it. ആമേൻ, ഇതിനെക്കുറിച്ച് ഒരുപാട് ക്രിയേറ്റീവ് ആയിരിക്കണം. You should be very creative about it. വളരെ ക്രിയേറ്റീവ് ആയിരിക്കണം. I will tell you an old-fashioned creativity. ആമേൻ, ഒരു പഴയ രീതിയിലുള്ള ഒരു How ക്രിയേറ്റിവിറ്റി. God asked fathers to be creative. ആമേൻ, ദൈവം എപ്രകാരമാണ് പിതാക്കൾ ക്രിയേറ്റീവ് ആയിരിക്കണം എന്ന് ചോദിച്ച ഒരു ഭാഗം. But you know what? That creativity is still going on. പക്ഷേ ആ ഒരു പഴയതാണെങ്കിലും ഇന്നും അത് പുതുമയോടെ ആ ക്രിയേറ്റിവിറ്റി ഉണ്ട്. And that creativity has not changed. ആമേൻ, ആ ഒരു ക്രിയേറ്റിവിറ്റി ഇപ്പോഴും മാറിയിട്ടില്ല. You want to know what is that, right? എന്താ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് അറിയണമോ? Deuteronomy chapter 6 and verse 6 and 7. ആവർത്തനം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. God's creative way of training your kids. ആമേൻ, ദൈവത്തിന്റെ ക്രിയേറ്റീവ് രീതിയിൽ എപ്രകാരം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാം എന്നുള്ള രീതിയാണ്. Let me read it for you in English. And these words which I command you today shall be in your heart. You shall teach them diligently to your children, and shall talk of them when you sit in your house, when you walk by the day, when you lie down, when you rise up. This is called modern nagging. You shall bind them as a sign in your hand. That is called wristband. And they shall be frontlets between your eyes. Oh, wow. You shall write them on the doorpost of your house and of your gates. And we don't write it now in the doorposts, but we can definitely write in our social medias. ആമേൻ. So these are the creativity God gave. ആമേൻ, ദൈവം നൽകി തന്ന ക്രിയേറ്റീവ് രീതിയിലാണ് ഈ നമ്മളിപ്പോൾ വായിച്ചത്. How to train? എപ്രകാരം നമുക്ക് ട്രെയിൻ ചെയ്യാം? Train when you sit down. ആമേൻ, നിങ്ങൾ ഇരിക്കുമ്പോൾ ഉപദേശിക്കുക. When they sit, train it. ആമേൻ, അവർ ഇരിക്കുമ്പോൾ അവരെ When ഉപദേശിക്കുക. they stand, you ask why you are standing like that. ആമേൻ, അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുക, എന്തിനാണ് നിങ്ങൾ ഇപ്രകാരം എഴുന്നേറ്റ് When they നിൽക്കുന്നത്? eat, oh, why do you eat and how do you eat and how should they eat? ആമേൻ, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിന് കഴിക്കുന്നു, എന്താണ് കഴിക്കുന്നത്, എപ്രകാരമാണ് കഴിക്കുന്നത് എന്ന് നാം ചോദിക്കുന്നു. When they meet friends, അവർ സുഹൃത്തുക്കളെ കാണുമ്പോൾ, who is your friend? ആരാണ് നിന്റെ സുഹൃത്ത്? From where is that friend coming? ആമേൻ, ഈ സുഹൃത്ത് എവിടുന്നാണ് വരുന്നത്? What is the address? ആമേൻ, എന്താണ് അഡ്രസ്? How many miles will you be driving? ആമേൻ, എത്ര മൈൽ നിങ്ങൾ ഓടിക്കും? Definitely, these are the things that you have to address. ആമേൻ, ഇതൊക്കെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. They may not like it. ആമേൻ, കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് I വരില്ല. always hear this. ആമേൻ, ഇത് എപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്. And I know all the dads and moms will be hearing this. എല്ലാ മാതാപിതാക്കളും ഇത് ശ്രദ്ധയോടെ ഇത് കേൾക്കുന്ന ഒരു കാര്യമാണ്. Dad, you are the only one who needs all these details. ആമേൻ, പിതാവേ, നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു ആവശ്യങ്ങളെല്ലാം ഉള്ളത്. My no friends, they don't even tell that. ആമേൻ, എന്റെ സുഹൃത്തുക്കൾ ഇതൊന്നും അവരുടെ പിതാക്കന്മാരൊന്നും പറയുന്നില്ല. Maybe those people are also going to say the same thing to the dad. ആമേൻ, ചിലപ്പോൾ അവരും ഇത് തന്നെയായിരിക്കും അവരുടെ പിതാവിനോട് പറയുന്നത്. Yeah, the pastors they don't have to ask and they can go anywhere. പാസ്റ്റർ മക്കൾ അവർക്ക് ആരോടും ചോദിക്കോ പറയണ്ടോ, അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. Everybody comprehend and compensate for each other. ആമേൻ, എല്ലാവരും അന്യോന്യം അവർ കോംപ്രിഹെൻഡും കോമ്പൻസേറ്റും ചെയ്യുക. Bible says, പക്ഷെ വചനം പറയുന്നു, talk to them. ആമേൻ, അവരോട് സംസാരിക്കുക. Kids, let me tell you something. കുഞ്ഞുങ്ങളോട് ഞാൻ ഇപ്രകാരം There പറയട്ടെ. are few good kids over here ആമേൻ, ചില നല്ല കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ട്. and kids who are watching me online. ഇന്ന് ലൈവിൽ കൂടെ ഇതിൽ കൂടെ കാണുന്ന കുറെ കുഞ്ഞുങ്ങളുണ്ട്. You should be proud of your dad and mom when they continuously ask you and talk to you and teach you and correct you, because there are so many kids who never got that admonition and they all resulted into homeless or some drug addict or somebody who is behind the bars.
നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോഴും നിങ്ങളെ കുറിച്ച് അന്വേഷിക്കുമ്പോഴും നിങ്ങളെ ഗുണദോഷിക്കുമ്പോഴും നിങ്ങൾ അതിൽ ബഹുമാനമുള്ളവരായിരിക്കണം. കാരണം ഇത് ലഭിക്കാത്ത ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അവർ പിന്നത്തേൽ അവരാണെങ്കിൽ മയക്കുമരുന്നിനും ലഹരിക്കും മറ്റു പല കാര്യങ്ങളിലും അവർ അഡിക്റ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. So dads, be creative. ആമേൻ. പിതാക്കന്മാർ അവർ ക്രിയേറ്റീവ് ആകട്ടെ. We cannot write on doorpost now. നമുക്ക് ഇന്ന് ഡോറിന്റെ വാതിലൊന്നും എഴുതി വെക്കാൻ സാധിക്കത്തില്ല. But whatever we write and wherever we write, നാം എന്ത് തന്നെ എഴുതിയാലും എവിടെ അത് എഴുതിയാലും make sure your kids know that you are writing something about God. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം നാം ദൈവത്തെക്കുറിച്ചാണ് എഴുതുന്നതെന്ന്. Don't write anything bad about people. ആമേൻ. മറ്റു വ്യക്തികളെ കുറിച്ച് മോശമായി ഉള്ളതൊന്നും എഴുതരുത്. Train them. അവരെ അഭ്യസിപ്പിക്കുക. Dads, പിതാക്കന്മാരെ, on your dining table, നിങ്ങളുടെ മേശമേൽ conversation should not be about your opponent or about a pastor or about some church politics, but have a conversation of godly love and friendship and gentleness and meekness on your dining table. നിങ്ങളുടെ മേശമേലുള്ള സംസാരം നിങ്ങളുടെ ശത്രുവിനെ കുറിച്ചോ മറ്റു വ്യക്തികളെ കുറിച്ചോ പാസ്റ്റർമാരെ കുറിച്ചോ ആയിരിക്കരുത്. പക്ഷെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും സൗമ്യതയെക്കുറിച്ചും സംസാരിക്കട്ടെ. I know you want to share that to somebody. ആമേൻ. ഇത് മറ്റുള്ളവരോട് പറയണമെന്ന് But don't share that to your kids. പക്ഷേ അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടല്ല അത് You can പറയേണ്ടത്. share to your wife. അത് നിങ്ങളുടെ ഭാര്യയോട് പറയാം. But train your kids in godly things. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ പാതയിൽ അവരെ So അഭ്യസിപ്പിക്കുക. begin early, be creative. Number 3. ഒന്നാമതായി നിങ്ങൾ നേരത്തെ തുടങ്ങണം. രണ്ടാമതായി ക്രിയേറ്റീവ് രീതിയിൽ നിങ്ങൾ അഭ്യസിപ്പിക്കണം. മൂന്നാമതായി Number 3 is work to build the character. ആമേൻ. അവരുടെ സ്വഭാവത്തെ രൂപീകരണം വരുത്തുവാൻ വേണ്ടി അതിനുവേണ്ടി പ്രയത്നിക്കുക. Fathers, I want to tell you something. പിതാക്കളോട് ഇപ്രകാരം പറയട്ടെ. Don't teach them how to make money. ആമേൻ. അവരെ എപ്രകാരം സമ്പാദിക്കണം എന്ന് അവരെ പഠിപ്പിക്കണ്ട. Don't teach them how to be street smart. ആമേൻ. എപ്രകാരം തെരുവിൽ അവരാണെങ്കിൽ വളരെ സ്മാർട്ട് ആയിരിക്കണം എന്നല്ല പഠിപ്പിക്കേണ്ടത്. Teach them to build character. പക്ഷെ അവരുടെ സ്വഭാവം എപ്രകാരം നന്നായി ആകണം എന്ന് അവരെ പഠിപ്പിക്കുക. More than career. ആമേൻ. അവരുടെ കരിയറിന് ഉപരിയായി Character is important. അവരുടെ സ്വഭാവമാണ് ഏറ്റവും പ്രാധാന്യം. When your kids come and talk about some bad stuff, ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വന്ന് ചില മോശമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ discourage them. ആമേൻ. അവരെ അത് If they നിരുത്സാഹിപ്പിക്കുക. come and talk something about that family and this family, discourage them. മറ്റു കുടുംബങ്ങളിലോ മറ്റു കുഞ്ഞുങ്ങളെയോ മറ്റു വ്യക്തികളെ കുറിച്ച് വന്ന് പറയുമ്പോൾ അവരെ നിരുത്സാഹിപ്പിക്കുക. Mold their character. അവരുടെ സ്വഭാവത്തെ രൂപാന്തരം വരുത്തുക. You know what? എന്താണെന്നറിയാമോ? Most of the people who are headache in church is because of one reason: they share all the politics, all the bad stuff along with their kids on the dining table, and what these kids will do, they will act accordingly what they have heard. മറ്റുള്ളവർക്ക് തലവേദനയായിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ കാരണം അവരുടെ സംസാരം, മേശമേലുള്ള സംസാരം സഭയെക്കുറിച്ചും സഭയുടെ പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു വ്യക്തികളെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങളാണ് സംസാരം. Whenever youths talk bad about church, remember that is coming from the family. യുവജനങ്ങൾ സഭയെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ ഓർക്കുക അത് അവരുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. Fathers, it's your responsibility to give a clear and very good image about church and about pastor and about your friends and about your families. സഭയെക്കുറിച്ചും സഭയിലെ ദൈവദാസന്മാരെ കുറിച്ചും സുഹൃത്തുക്കളെ കുറിച്ചും മറ്റ് ദൈവമക്കളെ കുറിച്ചും നല്ല ഒരു ചിത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ദൗത്യം പിതാക്കന്മാർക്കുള്ളതാണ്. Dads, it's your responsibility to teach them the etiquettes. ആമേൻ. ചെയ്യേണ്ട കാര്യങ്ങൾ എപ്രകാരം ചെയ്യണം എന്ന് പഠിപ്പിക്കേണ്ട ദൗത്യം പിതാക്കന്മാർക്കുള്ളതാണ്. When a guest comes in house, ഒരു അതിഥി ഭവനത്തിലേക്ക് വരുമ്പോൾ, Dad, it's your responsibility to ask your kids to come down, greet them and talk to them, and then they leave to their house, their rooms. പിതാവിന്റെ ദൗത്യമാണ് മക്കളെ വിളിച്ച് അവരെ സ്വീകരിക്കുവാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും എന്നിട്ട് അവരെ മടക്കി അയക്കുവാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് പിതാക്കന്മാരുടെ ദൗത്യമാണ്. A ready cane is always important. എപ്പോഴും ഒരു വടി വെച്ചിരിക്കുന്നത് നല്ലതാണ്. It's always good. ആമേൻ. എപ്പോഴും നല്ലതാണ്. Because that will give the right discipline. അതൊരു യഥാർത്ഥമായ ഒരു ഡിസിപ്ലിൻ നൽകി തരും. When you see your kids don't rise up when an elder comes,
come, ആമേൻ, ഒരു മുതിർന്ന ഒരു വ്യക്തി വരുമ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല when എന്ന് you see കാണുമ്പോൾ, that your kids are not respecting elders, മറ്റ് മുതിർന്നവരെ ബഹുമാനിക്കുന്നില്ല എന്ന് നിങ്ങൾ കാണുമ്പോൾ, you need to have a private talk. ആമേൻ, അവരുമായിട്ട് ഒരു വ്യക്തിപരമായ ഒരു സംസാരം നിങ്ങൾക്ക് So ആവശ്യമാണ്. fathers, you are responsible for that. ആമേൻ, പിതാക്കന്മാരെ അതിൽ വളരെ ദൗത്യമുള്ളതാണ്. Teach them honesty. ആമേൻ, അവരെ എന്താണ് ഓണസ്റ്റ് ആയിട്ടുള്ള ജീവിതം അവരെ പഠിപ്പിക്കുക. You cannot teach them honesty if you are lying. ആമേൻ, നിങ്ങൾ കളവ് പറഞ്ഞുകൊണ്ട് അവരെ സത്യം പഠിപ്പിക്കുവാൻ സാധിക്കത്തില്ല. They won't be obedient if you are disobedient. ആമേൻ, നാം സ്വയം എങ്കിൽ ഡിസൊബീഡിയന്റ് ആയതുകൊണ്ട് അവരെ ഒബീഡിയൻസ് പഠിപ്പിക്കുവാൻ We സാധിക്കത്തില്ല. all have to practice that to preach it. ആമേൻ, നാം എന്താണോ ചെയ്യുന്നത് അതായിരിക്കണം അവരോടും പറയുന്നത്. So develop the character. ആമേൻ, അവരുടെ സ്വഭാവം The രൂപാന്തരം വരുത്തുക. fourth thing, നാലാമത്തെ കാര്യം very important thing. വളരെ പ്രാധാന്യമുള്ള All കാര്യമാണ്. dads should listen this. എല്ലാ പിതാക്കളും ഇത് കേൾക്കണം. And kids should also listen why we say that. ആമേൻ, കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പറയുന്നു എന്ന് കൂടി കേൾക്കണം. The fourth important thing, നാലാമത്തെ പ്രാധാന്യമുള്ള കാര്യം, set limits. ആമേൻ, ചില പരിമിതികൾ വെക്കുക. You have dads, you have to set limits. ആമേൻ, ചില പിതാക്കൾ ചില പരിമിതികൾ വെക്കണം. Limits of how long they can be out. ആമേൻ, എത്ര സമയം അവർക്ക് പുറത്തു പോകാം. Limits of how long can they drive. എത്ര നേരം അവർ വാഹനം ഓടിക്കാം. Limits of how long they can use internet. അവർക്ക് എത്ര നേരം അവർക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. Limits of what all sites they can use. ഏതൊക്കെ സൈറ്റിൽ അവർക്ക് കയറാൻ പ്രവേശിക്കാം എന്നുള്ളതിന്റെ If you പരിമിതികൾ. feel that I'm joking, ആമേൻ, ഞാനിത് കളിതമാശ പറയുവാണെന്ന് നിങ്ങൾ Let's go to വിചാരിക്കുന്നുണ്ടെങ്കിൽ Bible. നമുക്ക് വചനത്തിലേക്ക് നോക്കാം. Let's take Bible, right? നമുക്ക് വചനത്തിൽ തന്നെ നമുക്ക് 1 നോക്കാം. Samuel chapter 3 verse 13. 1 ശമൂവേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 Samuel chapter 3 verse 13. I'm talking about a pastor now. ആമേൻ, ഒരു 1 ശമൂവേൽ 3-ന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. There was a great pastor. അവിടെ ഒരു നല്ലൊരു പാസ്റ്റർ The ഉണ്ടായിരുന്നു. pastor's name was Pastor Samuel. ആമേൻ, പാസ്റ്റർ പേര് പാസ്റ്റർ സാമുവേൽ എന്നാണ്. He was the prophet. ആമേൻ, ഒരു പ്രവാചകനായിരുന്നു. He was a priest. ആമേൻ, ഒരു പുരോഹിതൻ He കൂടിയായിരുന്നു. got 2 kids. ആമേൻ, 2 കുഞ്ഞുങ്ങളുണ്ട്. These kids were very strong. ആമേൻ, നല്ല ശക്തരായ 2 കുഞ്ഞുങ്ങൾ. Oh yes. Praise the Lord. And these young men, I mean, they were very strong. ഈ യൗവനക്കാര് വളരെ ശക്തിയുള്ളവരായിരുന്നു. People bring meat to the house of the Lord. ആമേൻ, ജനമാണെങ്കിൽ യാഗവസ്തുക്കൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. And these 2 young boys, they will just go and grab meat and cook for themselves, make steaks and whatever they want, and they became so big. ഈ യൗവനക്കാരായ 2 ബാലന്മാർ അവർ കൊണ്ടുവരുന്ന അതേപടി എടുത്തുകൊണ്ട് പോയി സ്വയമേ സ്റ്റേക്ക് ഉണ്ടാക്കി ബാർബിക്യൂ ഉണ്ടാക്കി അവരും കഴിക്കും. Whatever they want to do, they can do. അവർക്ക് എന്ത് തന്നെ വേണോ അത് തന്നെ അവർ ചെയ്യും. Ask these kids. ആമേൻ, ഈ കുഞ്ഞുങ്ങളെ Ask them. ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, why you do what you do? എന്തിനാണ് നിങ്ങൾ ഈ പ്രകാരമൊക്കെ പ്രവർത്തിക്കുന്നത്? They will say, അവർ ഇപ്രകാരം പറയും, oh, my pastor dad, ആമേൻ, എന്റെ പിതാവായ പാസ്റ്റർ he trusts me a lot. എന്നെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. He has given us every freedom to do. ആമേൻ, എന്ത് ചെയ്യാൻ വേണ്ട സ്വാതന്ത്ര്യം നൽകി തന്നിട്ടുണ്ട്. We can do anything. എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാം. Now listen what God is talking to this pastor. ആമേൻ, ഈ പാസ്റ്ററോട് എന്താ ദൈവം സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. God says, ദൈവം ഇപ്രകാരം പറഞ്ഞു, for I have told him, and I will judge his house forever for the iniquities which he knows, because his sons made themselves vile, and he did not restrain them, or he did not limit them. ആമേൻ. That means prophet Samuel, God is telling Samuel, ദൈവം ശമൂവേലിനോട് പറയുകയാണ്, Samuel, ശമൂവേലേ, I am going to judge you. ആമേൻ, ഞാൻ നിന്റെ ഭവനത്തെ ഞാൻ സന്ദർശിക്കാൻ I am going പോകുകയാണ്. to judge your family. ആമേൻ, നിന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുകയാണ്. Because when your kids were doing all the wild things, ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ, you never looked onto your kids. ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഒരു നിമിഷം പോലും നിങ്ങൾ But പരിമിതപ്പെടുത്തിയിട്ടില്ല. your eyes were on the kids of Israelites. പക്ഷെ നിങ്ങളുടെ കണ്ണ് എപ്പോഴും ഇസ്രായേലിലെ കുഞ്ഞുങ്ങളോടായിരുന്നു. Dads, I want to tell you something. നിങ്ങൾ പ്രിയ പിതാക്കന്മാരോട് ഇപ്രകാരം ഞാൻ പറയട്ടെ, More than we watch some other kids, let's watch our own kids. മറ്റു കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നതിന് പകരമായി നമുക്ക് സ്വയമേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. More than getting all the stuff of other kids, let's focus on our own kids. മറ്റു കുഞ്ഞുങ്ങൾക്കുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകുന്ന പോലെ നമുക്ക് സ്വയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് നോക്കാം. In this world, this is one thing I have seen. ഇതാണ് ഞാൻ ഈ ലോകത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം. Most of the parents know everything about others' kid, but doesn't know anything about their own kid. അനേക മാതാപിതാക്കൾക്ക് അവർക്ക് മറ്റു കുഞ്ഞുങ്ങളെ പറ്റി നന്നായി അറിയാം, പക്ഷെ സ്വന്തം കുഞ്ഞുങ്ങളെ പറ്റി ഒന്നും തന്നെ അറിയത്തില്ല. We need to do that. നാം അത് അങ്ങനെ അപ്രകാരമായിരിക്കും. Fathers, let us be strong in that. പിതാക്കന്മാരെ നാം ശക്തിയുള്ളവരെ. So if fathers, if you have never
set a limit, ആമേൻ, പിതാക്കന്മാരെ നിങ്ങൾ ഒരു പരിമിതി വെച്ചിട്ടില്ലെങ്കിൽ, now when you start putting a limit, ആമേൻ, നിങ്ങൾ ഒരു പരിമിതി വെക്കാൻ തുടങ്ങുമ്പോൾ you should be very careful. ഒരുപാട് നിങ്ങൾ Your സൂക്ഷ്മതയുള്ളവരായിരിക്കണം. kids are not used to the limits. ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്രകാരമുള്ള പരിമിതികൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരല്ല. So don't start practicing, oh, I heard pastor preaching yesterday, I'm going to put a limit. ആമേൻ, ഇന്നലെ പാസ്റ്റർ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു, ഇന്നു മുതൽ ഞാൻ ഒരു പരിമിതി വെക്കാൻ തുടങ്ങുവാണെന്ന് നിങ്ങൾ ചെയ്യരുത്. Don't do that. അപ്രകാരം നിങ്ങൾ ചെയ്യരുത്. Because that will be the worst thing to happen. ആമേൻ, അതായിരിക്കും ഏറ്റവും മോശമായി നിങ്ങൾ ചെയ്യുന്ന കാര്യം. But new dads, പക്ഷെ പുതിയതായിട്ടുള്ള പിതാക്കന്മാർ, you can set limits. നിങ്ങൾക്ക് ചെറിയ പരിമിതികൾ And വെച്ച് തുടങ്ങാം. old dads, you can try. ആമേൻ, പഴയ അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള പിതാക്കന്മാരെ നിങ്ങൾക്കാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ശ്രമിക്കാം. How to shape and sharp. എപ്രകാരം നിങ്ങൾക്ക് രൂപം വരുത്താം, എപ്രകാരം മൂർച്ച ഉണ്ടാക്കാം. Fifth thing, അഞ്ചാമത്തെ കാര്യം, assign responsibilities. അവർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. Every kid in house should have some kind of responsibility. വീട്ടിലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പല ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. Someone should cook. ആമേൻ, ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണം. Someone has to wash the dishes. ആമേൻ, മറ്റു ചിലരെങ്കിൽ പാത്രം കഴുകി വെക്കണം. They have to clean the house. ആമേൻ, മറ്റ് ആൾക്കാർ മുറികൾ They വൃത്തിയാക്കണം. have to clean their own cars. ആമേൻ, അവരുടെ വണ്ടി അവരവര് തന്നെ വൃത്തിയാക്കണം. Assign them responsibilities. ആമേൻ, അവർക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കണം. At the same time, teach them to be happy in the house. അതേ സമയത്ത് തന്നെ എപ്രകാരം അവർക്ക് ഭവനത്തിൽ സന്തോഷമായിരിക്കാം And എന്ന് the കൂടി most പഠിപ്പിക്കുക. important thing, how to shape and sharp. ഏറ്റവും പരമപ്രധാനമായ കാര്യം എപ്രകാരം അവരെ രൂപാന്തരപ്പെടുത്താം, എപ്രകാരം മൂർച്ചയുള്ള ഉണ്ടാക്കാം. Dads, constantly keep them in your prayers. ആമേൻ, നമ്മൾ നിരന്തരം നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ You do വഹിക്കുക. everything. എല്ലാം നാം But ചെയ്യുന്നുണ്ട്. if you are not praying, പക്ഷെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ they will not be shaped. അവരൊരിക്കലും രൂപാന്തരം വരികയില്ല. So if you are shaping, നാം അവരെ രൂപം വരുത്തുവാണെങ്കിൽ you need to cover them in prayers. നാം അവരെ പ്രാർത്ഥനയിൽ കവർ ചെയ്യുകയും Take വേണം. time to pray for them. ആമേൻ, സമയം എടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Because fathers, when you pray, കാരണം പിതാക്കന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, and let me say one more thing. ആമേൻ, ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ. Do not assign the responsibility of prayers to your wife. ആമേൻ, പ്രാർത്ഥനയുടെ ഉത്തരവാദിത്തം മാതാവിന് നാം ഏൽപ്പിച്ചു കൊടുക്കരുത്. I have seen many fathers who don't pray in family prayer. ഒരുപാട് പിതാക്കന്മാർ അവരുടെ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാത്ത പിതാക്കന്മാരെ ഞാൻ കാണുന്നുണ്ട്. That is a wholesale contract to the wife. ആമേൻ, അത് ഭാര്യയ്ക്കുള്ള ഒരു ഹോൾസെയിൽ കോൺട്രാക്ട് ആണ്. No, it should not be that way. അപ്രകാരം ആയിരിക്കരുത്. Take turns. സമയമെടുക്കുക. So fathers need to pray. ആമേൻ, പിതാക്കളും പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. How many of our fathers can really say, my kids have heard me praying? ആമേൻ, എത്ര പിതാക്കന്മാർക്ക് പറയുവാൻ സാധിക്കും, എന്റെ കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന്. They are following your footstep. ആമേൻ, നിങ്ങളുടെ കാൽച്ചുവടുകളാണ് അവരും And if you പിൻഗമിക്കുന്നത്. don't know to pray, ആമേൻ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അറിയത്തില്ലെങ്കിൽ, and if you can talk to people, ആമേൻ, മറ്റു ആൾക്കാരോട് സംസാരിക്കുവാൻ you അറിയാമെങ്കിൽ, can definitely talk to God too. ആമേൻ, ദൈവത്തോട് സംസാരിക്കുവാനും കഴിയും. This is how you train your kids. ഇപ്രകാരമാണ് കുഞ്ഞുങ്ങളെ നാം ട്രെയിൻ ചെയ്യേണ്ടത്. Third and the most important thing. മൂന്നാമത് ഏറ്റവും പരമപ്രധാനമായ കാര്യം ഇതാണ്. You know, first was archer should be strong. ഒന്നാമതായി വില്ലാളി ശക്തനായിരിക്കണം. Second, the arrow should be straight. രണ്ടാമതായി ഈ എയ്യുന്ന ഓരോ വില്ലും നേർക്ക് The നേരെയുള്ളതായിരിക്കണം. third important thing, മൂന്നാമത്തെ പ്രധാനമേറിയ കാര്യം, the aim must be sure. നാം എയ്യുന്ന ആ ഒരു എയിം അത് വളരെ ഷുവർ ആയിരിക്കണം. ഉന്നം നമ്മളെങ്കിൽ അറിവുള്ള ഉന്നമായിരിക്കണം. Archer is good. ആമേൻ, നല്ല വില്ലാളിയായിരിക്കും. Strong archer. നല്ല ശക്തനായ വില്ലാളിയായിരിക്കും. Great arrow. ആമേൻ, നല്ല വില്ലായിരിക്കും കയ്യിലുള്ളത്. But if we don't know to aim, എപ്രകാരം നമുക്ക് എയ്യാൻ അറിയത്തില്ലെങ്കിൽ it will not go to the target. അത് അതിന്റെ എത്തേണ്ട സ്ഥാനത്ത് എത്തിച്ചേരത്തില്ല. To aim, that is very important. ആമേൻ, എപ്രകാരം എയ്യണം അത് വളരെ പ്രാധാന്യമേറിയതാണ്. What do you talk about aim? ആമേൻ, എന്താണ് നാം ഇതിനെ പറ്റി പറയുന്നത്? You have to make your aim is on the target. ആമേൻ, നാം എയ്യുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ടാണ്. How do we aim? ആമേൻ, എപ്രകാരം നമുക്ക് ഈ ഒരു ഉന്നം വെച്ച് എയ്യാൻ സാധിക്കും? Simple thing. ആമേൻ, വളരെ ലളിതമായിട്ട് ഞാൻ പറയട്ടെ. Do you know your target? ആമേൻ, നമ്മുടെ ലക്ഷ്യസ്ഥാനം നമുക്കറിയാമോ? Our target is eternity. ആമേൻ, നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. No matter what kids do. ആമേൻ, കുഞ്ഞുങ്ങൾ എന്ത് തന്നെ ചെയ്താലും I'm okay if they are not a great engineer. ആമേൻ, അവര് നല്ലൊരു എഞ്ചിനീയർ ആയി തീർന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. I'm okay if they are not a medical professional. ആമേൻ, അവരൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. I'm okay with not being successful financially. ആമേൻ, അവർക്ക് സാമ്പത്തികമായി വലിയ ഉന്നതി ഉണ്ടായില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. But I will not be okay if they are not found in eternity. ആമേൻ, പക്ഷേ അവർ നിത്യതയിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ എനിക്കത് വളരെ വിഷമമായിരിക്കും.
anything that comes against the eternity, ആമേൻ, ഈ നിത്യതയ്ക്ക് എതിരായിട്ട് എന്ത് തന്നെ വന്നാലും I will ask them to fight against that. ആമേൻ, അതിനെതിരായി പ്രതിരോധിക്കുവാൻ ഞാൻ അവരോട് ആവശ്യപ്പെടാറുണ്ട്. I know there are peer pressure, storm of peer pressure. ആമേൻ, അവരുടെ സഹ പടന്മാർ അല്ലെങ്കിൽ അതേ പ്രായത്തിലുള്ള മറ്റ് ആൾക്കാരുടെ പ്രഷർ അവരുടെ ജീവിതത്തിലുണ്ട്. There are people who will talk about different targets. ആമേൻ, മറ്റ് പല ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവർ സംസാരിക്കും. After the whole day they spend with their friends talking all other stuff. ആമേൻ, അവർ ഒരു ദിനം മൊത്തം മറ്റ് സുഹൃത്തുക്കളോട് മറ്റ് പല കാര്യങ്ങൾ അവർ സംസാരിക്കും. After talking to their friends, ആമേൻ, ഈ സുഹൃത്തുക്കളോട് സംസാരിച്ചതിന് they ശേഷം come up with new targets. അവർ ഒരു പുതിയ ലക്ഷ്യവുമായിട്ട് അവർ കടന്നു വരും. But evening it's my responsibility പക്ഷെ വൈകുന്നേരമാകുമ്പോൾ എന്റെ ദൗത്യമാണ് to sit with them, അവരോടൊപ്പം ഇരിക്കുക, to have a family prayer, ആമേൻ, ഒരു കുടുംബ പ്രാർത്ഥന അവരോടൊപ്പം ആയിരിക്കുക, and to see if they are derailed from that target. ആമേൻ, അവർക്ക് എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് അവർ മാറിപ്പോയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ട ദൗത്യം I want to എനിക്കുണ്ട്. tell all the parents, എല്ലാ മാതാപിതാക്കളോട് ഞാൻ പറയട്ടെ, if you set time for your family prayer ആമേൻ, നാം നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം and വേർതിരിച്ചു take a വെക്കുകയാണെങ്കിൽ, little time to talk, ആമേൻ, അല്പസമയം എടുത്ത് അവരോട് സംസാരിക്കുവാൻ as തയ്യാറാണെങ്കിൽ, parents you will easily know if your kids are going out of the target or not. ഒരു മാതാപിതാക്കൾ എന്ന രീതിയിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ Before ഇല്ലയോ എന്ന്. anybody else knows, ആമേൻ, മറ്റാരും അറിയുന്നതിന് മുമ്പ് തന്നെ parents will know. ആമേൻ, മാതാപിതാക്കൾക്ക് അവർക്ക് That is the മനസ്സിലാക്കാം. anointing on parents. അതാണ് അവരുടെ മീതെയുള്ള ഒരു But അഭിഷേകത്തിന്റെ when ഗുണം. parents doesn't listen that, ആമേൻ, മാതാപിതാക്കൾ അത് ശ്രദ്ധ when കൊടുക്കാതിരിക്കുമ്പോൾ, parents don't even take time for that, ആമേൻ, അതിനുവേണ്ടി സമയം പോലും വേർതിരിക്കാതിരിക്കുമ്പോൾ, then instead of you knowing it, you will hear from someone else. ആമേൻ, നിങ്ങൾ അറിയുന്നതിന് പകരം മറ്റുള്ളവരിൽ നിന്ന് അത് അറിയുവാൻ സാധിക്കും. So parents, പ്രിയ മാതാപിതാക്കളെ, take time for that. ഇതിനു വേണ്ടി സമയം വേർതിരിക്കുക. Aim it good. ആമേൻ, നന്നായി അതിനെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എയ്യുക. You should know the target eternity. ആമേൻ, നിത്യത എന്നുള്ള ആ ഒരു ലക്ഷ്യം നമുക്ക് Also, you മനസ്സിലാക്കണം. should know some of the targets that God has given in this world. ആമേൻ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ദൈവവചനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കണം. Have family values. ആമേൻ, കുടുംബത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് മനസ്സിലാക്കുക. Every father and every mother should know this. എല്ലാ മാതാവും പിതാവും ഇത് നന്നായി അറിഞ്ഞിരിക്കണം. If you don't give value to your family, they will not give value to your family. ആമേൻ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് അതിന്റെയായ വാല്യൂസ് കൊടുത്തില്ലെങ്കിൽ അവരുടെ കുടുംബത്തിനും അത് കൊടുക്കുവാൻ സാധിക്കത്തില്ല. You always talk bad about your wife's family, ആമേൻ, നിങ്ങളുടെ ഭാര്യ കുടുംബത്തെ കുറിച്ച് മോശമായി എപ്പോഴും പറഞ്ഞാൽ, or wives talking bad about husband's family, ഭാര്യ ഭർത്താവിന്റെ കുടുംബക്കാരെ കുറിച്ച് മോശമായി എപ്പോഴും പറഞ്ഞാൽ, kids will talk about both of your families. ആമേൻ, കുഞ്ഞുങ്ങൾ നിങ്ങളുടെ രണ്ട് കുടുംബക്കാരെയും എതിരായിട്ട് പറയും. Compliment each other. ആമേൻ, അന്യോന്യം പ്രോത്സാഹിപ്പിക്കുക. Don't talk bad about your brother's family. ആമേൻ, നിങ്ങളുടെ സഹോദരന്റെ കുടുംബത്തെ കുറിച്ച് മോശമായി Don't പറയാതിരിക്കുക. talk bad about your sister's family. ആമേൻ, നിങ്ങളുടെ സഹോദരി കുടുംബത്തെ കുറിച്ച് മോശമായി പറയാതിരിക്കുക. Let them get family values from us. ആമേൻ, അവർക്ക് കുടുംബത്തെ കുറിച്ചുള്ള ശ്രേഷ്ഠതയും കാര്യങ്ങളും നമ്മിൽ നിന്ന് പഠിക്കട്ടെ. My target is, ആമേൻ, എന്റെ ലക്ഷ്യം, when they look unto the eternal target, ആമേൻ, അവർ ആ നിത്യത എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർ നോക്കുമ്പോൾ, I want my kids to be as close as I am with my brother or my sister, or my wife is close to the family, and as I am close to that family, I want my kids to do the same thing in their generation. ആമേൻ, ഞാൻ എപ്രകാരമാണോ എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ എൻ്റെ മറ്റു ഭവനങ്ങൾ ആൾക്കാരെ കുറിച്ച് എപ്രകാരമാണോ ഞാൻ സാമ്യമുള്ളത്, എൻ്റെ വരും തലമുറയും അവരുടെ തലമുറയും അത് തന്നെ പിൻഗമിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. You know, in a family there may be a lot of disagreements. ആമേൻ, ഒരു കുടുംബത്തിൽ അനേക തർക്കങ്ങൾ കാണാം. Definitely there are disagreements. ആമേൻ, തീർച്ചയായിട്ടും വ്യത്യാസങ്ങൾ കാണാം. We don't have to tell everything to our kids. ആമേൻ, എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണമെന്നില്ല. We have our own differences. ആമേൻ, നമുക്ക് വ്യത്യാസങ്ങൾ നമുക്ക് But let's value relationship. പക്ഷെ അന്യോന്യം നാം പ്രോത്സാഹിപ്പിക്കുക. Brothers and പ്രിയ sisters, ദൈവമക്കളെ, fathers, പ്രിയ പിതാക്കന്മാരെ, it's time to rise up. ആമേൻ, നാം എഴുന്നേൽക്കേണ്ട Do സമയമായി. not ignore this. ആമേൻ, ഇതൊന്നും നാം തിരസ്കരിക്കരുത്. Aim it well. നന്നായി നാം അതിനെ As long as this arrow is with us, ആമേൻ, ഈ വില്ല് നമ്മുടെ കയ്യിൽ we ഉള്ളിടത്തോളം have full കാലം control on it. നമുക്കിതിൽ പൂർണ്ണ കൺട്രോൾ ഉണ്ട്. Stretch it, നന്നായി വലിക്കുക, shape it, അതിനെ നന്നായി രൂപം വരുത്തുക. wait it, ആമേൻ, അതിനുവേണ്ടി കാത്തിരിക്കുക. stretch it full, അതിനെ നന്നായി അതിനെ എയ്യുക, and then leave it. എന്നിട്ട് വിടുക. It will hit the target. അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ അത് You know what? Who is the best example? ഏറ്റവും നല്ല ഒരു ഉദാഹരണം ആരാന്നറിയാമോ? God, ആമേൻ, ദൈവമാണ്. who is our Father. നമ്മുടെ സ്വർഗസ്ഥനായ Good, പിതാവ്, good Father. നല്ല നല്ല പിതാവ്.
He has shaped us. ആമേൻ. നമ്മെ രൂപീകരിക്കുന്ന We ഒരു are His ദൈവമാണ്. sons and daughters. നാം ആ പിതാവിന്റെ മക്കളും മകളുമാണ്. We were not born straight. ആമേൻ. നാമും ജനിച്ചത് ഇപ്രകാരം നേരെയല്ല. He made us straight. ആമേൻ. നമ്മെ He രൂപീകരിക്കുകയായിരുന്നു. shaped us. ആമേൻ. നമ്മളെ രൂപാന്തരം He വരുത്തുകയാണ്. weighed us. നമ്മളെ അതിനു വേണ്ടി ഭാരമുള്ളവരാക്കി. Good Father knows the storms. ആമേൻ. മനോഹരമായ ഈ നല്ല പിതാവിന് അടിക്കുന്ന കാറ്റുകൾ നന്നായി He അറിയാം. shaped and He sharpened and He has stretched us. ആമേൻ. നമ്മളെ രൂപാന്തരം വരുത്തി മൂർച്ചയുള്ളവരാക്കി നമ്മളെ എയ്യുവാൻ തയ്യാറാക്കി. And He has put us in a target. ആമേൻ. നമുക്ക് വേണ്ടി മുമ്പിൽ ഒരു ലക്ഷ്യം കൂടി What is the target? എന്താണ് നമ്മുടെ ലക്ഷ്യം? To demolish the power of enemy. ആമേൻ. പിശാചിന്റെ സകല തന്ത്രത്തെയും തകർക്കുക. To demolish the power of enemy. ആമേൻ. പിശാചിന്റെ തന്ത്രങ്ങളെ തകർക്കുക. God has stretched us. ആമേൻ. നമ്മളെ നന്നായി എയ്തു Our വെച്ചിരിക്കുകയാണ്. target is to demolish the power of the darkness. ആമേൻ. ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയെ തകർക്കുകയെന്നാണ് നമ്മുടെ ലക്ഷ്യം. God has taken the target. ആമേൻ. ദൈവം ഈ ഒരു ലക്ഷ്യം ഏറ്റെടുത്തിട്ടുണ്ട്. We are the arrows. നാമാണ് ദൈവത്തിന്റെ We കരങ്ങളിലുള്ള are the arrows. നാമാണ് ആ വില്ലുകൾ. And so we are the arrows in the hand of ആമേൻ. God. ദൈവത്തിന്റെ കരങ്ങളിലെ വില്ലുകളാണ് നാം. Would you love to be shaped and sharpened? ആമേൻ. നമ്മൾ ഇന്നു പകൽക്കാലവും നമ്മളെ ഒന്ന് രൂപാന്തരം വരുത്തുവാനും മൂർച്ചയുള്ളവരാക്കുവാനും നമുക്ക് We ആഗ്രഹിക്കുന്നു. all can be proud about our good Father. ആമേൻ. നമ്മുടെ നല്ല പിതാവിനെ ഓർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ബഹുമാനമുണ്ട്. This Father is still calling ആമേൻ. us. ഈ പിതാവ് ഇന്ന് പകലും നമ്മളെ വിളിക്കുകയാണ്. Like a good stick to become a sharpened arrow. Will you surrender your life in the hands of this God? ഒരു വടി എപ്രകാരമാണോ ഒരു വില്ലായി മാറുന്നത്, അപ്രകാരം നമ്മുടെ ജീവിതം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ഒരു ആയുധമായി മാറുവാൻ. Would you get to the altar of God? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവാൻ നാം തയ്യാറാണോ? Father whose arms are open. കരങ്ങൾ വിരിച്ചു നിൽക്കുന്ന ഒരു പിതാവിന്റെ Whose അടുക്കിലേക്ക് നമുക്ക് arms വരാം. are open. തന്റെ കരങ്ങൾ വിരിച്ച് നമ്മളെ സ്വീകരിക്കുവാൻ He തയ്യാറായി will നിൽക്കുന്ന ഒരു never പിതാവ്. reject you. ആമേൻ. ഒരിക്കലും നമ്മളെ തിരസ്കരിക്കുകയില്ല. Will you